എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഉലുവ ദോശ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതൊരു സമ്മർ കൂൾ റെസിപ്പിയാണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഈ സമ്മറിലാണ് ഉണ്ടാക്കിയാലാണ് ഏറ്റവും ഭംഗിയായിട്ട് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദോശയ്ക്ക് നമ്മൾ എടുക്കുന്ന അരി, ഞാനിപ്പോൾ 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ദോശയ്ക്ക് ഏത് അരിയാണോ അരയ്ക്കാറ് ആ അരി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഒരു 4 മണിക്കൂർ നേരമെങ്കിലും ഇത് കുതിരാനായിട്ട് വെക്കണം. 2 വലിയ ടീസ്പൂൺ ഉലുവ നമുക്ക് നല്ല വെള്ളം ഒഴിച്ച് കുതിർത്താനായിട്ട് വെക്കാം. അപ്പോൾ ഇതേ വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കണം. ഉലുവയും അതുപോലെ തന്നെ ഒരു 4 മണിക്കൂർ നേരം കുതിർത്താനായിട്ട് വെക്കണം. ഈ ഉലുവ നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കാൻ വളരെ നല്ലതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറായി കുതിർത്താനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഉലുവ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമ്മൾ ഈ കുതിർത്താനിട്ട വെള്ളത്തോടു കൂടെ തന്നെ ഇതിട്ട് കൊടുക്കാം. ഉലുവ അപ്പോൾ നല്ല മിനുസായിട്ട് അരച്ചെടുക്കണം ഇതേപോലെ. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച പച്ചരി ചേർത്ത് അരയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം. അരിയും ഉലുവയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മിക്സി ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി നോക്കുക. വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാവിൻ്റെ അളവ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പൊങ്ങാനായിട്ട് വെക്കാം. ഒരു 10 മണിക്കൂർ നേരമെങ്കിലും വെക്കണം. അപ്പോഴാണ് നന്നായിട്ട് പൊന്തി വരുള്ളൂ. പിന്നെ ഈ ക്ലൈമറ്റ് നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ 10 മണിക്കൂറിനുള്ളിൽ നന്നായിട്ട് പൊന്തി വരും. ഇപ്പോൾ ഒരു 10 മണിക്കൂറൊക്കെ ആയിട്ട് മാവ് പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉഴുന്നൊക്കെ ഇട്ട് അരയ്ക്കണ അത്രയ്ക്കൊന്നും പൊന്തി വരില്ല. പക്ഷെ എന്നാലും എന്താ ഇതേപോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് മാവ്. ഇത്രയ്ക്ക് തന്നെ പൊന്തി വരുള്ളൂ. പക്ഷെ നമ്മൾ ഈ സമ്മർ സീസൺ ആണെങ്കിലാണ്, ഇപ്പം നല്ല ചൂട് സമയത്താണെങ്കിൽ ഇത്രയ്ക്കൊക്കെ പൊന്തി വരും. സാധാരണ നമ്മൾ തണുപ്പ സമയത്തൊക്കെ ആണെങ്കിൽ ഇത്രയും പോലും പൊന്തി വരില്ല. അപ്പം അതുകൊണ്ട് ഈ ദോശ സമ്മർ സീസണിൽ ഉണ്ടാക്കാനാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് ശരിക്കും നല്ല ഭംഗിയായിട്ട് ഓട്ടോട്ടേക്ക് ആയിട്ട് വരുള്ളൂ. നല്ല ദോശ പോലെ നമുക്ക് ദോശ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ദോശക്കല്ല് വെച്ചിട്ട് എണ്ണ തടവി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. വേണ്ട ഓട്ടോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് മാവ് പൊന്തി കഴിഞ്ഞാലാണ് ഇതേപോലെ വരുള്ളൂ. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എണ്ണ. നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. ദോശക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ഓട്ടോട്ടയായിട്ട് നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. ഇതിന് മറിച്ചിടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാം. പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാൻ പറ്റും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.